ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഓരോ മനുഷ്യൻ്റെയും മുൻജന്മ സുഹൃതത്താലാണ് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് അറിയാനുള്ള ആ ഭാഗ്യം ലഭിക്കുന്നതും ശ്രീകൃഷ്ണ കഥാശ്രവണത്തിന് ആ ഒരു ഉത്സാഹം തോന്നുന്നതും. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മോക്ഷകഥ പറയാം. ശ്രീകൃഷ്ണ ജന്മ നക്ഷത്ര ദിവസം ഉണ്ണിയെ കുളിപ്പിച്ച് മംഗളാകർമ്മങ്ങൾ ആചരിച്ച് സ്തന്യപാനമെല്ലാം ചെയ്യിപ്പിച്ച് തൊട്ടിലിൽ കിടത്തി പിന്നീട് അവിടെ വന്നു ചേർന്ന ഗോപസ്ത്രീകളെ സൽക്കരിക്കുവാനായി യശോദാമ്മ അകത്തേക്ക് പോയി. ഈ സമയത്ത് കംസപ്രേരിതനായ ഉൽക്കജൻ എന്നൊരു അസുരൻ അവിടെ നിന്നിരുന്ന ഒരു വണ്ടിയെ, ഒരു കൈവണ്ടിയെ കണ്ണൻ്റെ മേലേക്ക് മറിച്ചിടുവാൻ ഒരുങ്ങി. ഭഗവാൻ ആവട്ടെ തൻ്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ആ വണ്ടിയെ ഒന്ന് തട്ടിയതേയുള്ളൂ. വണ്ടി തവിട് പൊടിയായി. ഉൽക്കജൻ അസ്ത്രപ്രാണനായി നിലം പതിച്ചു. ശ്രീകൃഷ്ണ സ്പർശനം ലഭിച്ച ആ അസുരൻ്റെ ആത്മാവ് അങ്ങനെ മോക്ഷം നേടി. ഈ വണ്ടി മറിഞ്ഞു വീണ ശബ്ദം കേട്ട് നന്ദാദികളായ ഗോപന്മാർ എല്ലാവരും ഓടിയെത്തി. അടുത്തു നിന്നിരുന്ന കുട്ടികളോട് വണ്ടി മറിഞ്ഞ് ഇങ്ങനെ പൊടിയായി കിടക്കുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന കണ്ണൻ കാലൊന്ന് കുടഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ കുഞ്ഞിക്കാലുകൾ തട്ടിയാണ് ഈ വണ്ടി മറിഞ്ഞതെന്ന്, മറിയുക മാത്രമല്ല തവിട് പൊടി ആയതെന്ന് അവർ നന്ദരാജനോടായി പറഞ്ഞു. പക്ഷെ നന്ദരാജൻ വിശ്വസിച്ചില്ല. ഓടി വന്ന യശോദാമ്മ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ച് സ്തന്യപാനം ചെയ്യിപ്പിച്ചു. അങ്ങനെ മുൻപ് ചെയ്തതുപോലെ കണ്ണൻ്റെ ആ ദേഹരക്ഷയ്ക്കായി വീണ്ടും മംഗളാചരണങ്ങൾ നിർവഹിച്ചു അവർ. ഈ ഉൽക്കജൻ്റെ പൂർവജന്മം ഇപ്രകാരമാണ്. ഹിരണ്യാക്ഷപുത്രനായിരുന്നു ഉൽക്കജൻ. ഒരിക്കൽ അവൻ ലോമശ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അവിടെയുള്ള മുനിയുടെ ആശ്രമ പരിസരത്തുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് രോക്ഷം പൂണ്ട മുനി ശപിച്ചു ഉൽക്കജനെ. നീ ദേഹമില്ലാത്തവനായി തീരട്ടെ എന്നതായിരുന്നു ആ ഒരു ശാപം. പാമ്പ് വളയൂരിയതുപോലെ അവൻ്റെ ദേഹം തൽക്ഷണം നിലത്തു പതിച്ചു. അങ്ങനെ പശ്ചാത്താപവിവശനായ അസുരൻ മുനിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അങ്ങനെ പ്രസന്ന ചിത്തനായി മാറിയ ലോമശ മുനി പറഞ്ഞു, നിന്റെ ഈ വാദദേഹം കുറേ കാലം നിലനിൽക്കും. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ സാക്ഷാൽ ശ്രീഹരിയുടെ പാദസ്പർശമേറ്റ് നീ മുക്തി നേടും. അങ്ങനെ ലോമശപ്രഭാവം കൊണ്ട് ഉൽക്കജന് മോക്ഷം സിദ്ധിച്ചു. കുറേ നാളുകൾക്ക് ശേഷം യശോദാമ്മ ഉണ്ണിയെയും മടിയിൽ വെച്ച് ലാളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ണിക്ക് വല്ലാത്തൊരു ഖനം അനുഭവപ്പെടുന്നതായി യശോദാമ്മയ്ക്ക് തോന്നി. അപ്പോൾ തന്നെ കൃഷ്ണനെ താഴെ കിടത്തി അമ്മ. എന്താവാം ഇതിന് കാരണമെന്ന് ആ സ്വാതി ആശ്ചര്യപ്പെട്ടു. എന്നാൽ ആരോടും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കംസപ്രേരിതനായ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഉണ്ണിക്കണ്ണനെയും എടുത്ത് മേലോട്ട് പൊങ്ങി. പൊടിപടലം കൊണ്ട് ആർക്കും ഒന്നും തന്നെ കാണാതെയായി. ദിക്കുകളെല്ലാം ഇരുട്ടടഞ്ഞു. പൊടിയൊന്നടങ്ങി നോക്കിയപ്പോൾ അതാ ഉണ്ണിയെ കിടത്തിയ ഇടം ശൂന്യമായി കണ്ടു. യശോദാമ്മ പരിഭ്രമിച്ചു. ഉറക്കെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് മോഹാലസ്യപ്പെട്ട് വീണു യശോദാമ്മ. സ്നേഹമയികളായ ഗോപികമാരും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവിടമാകെ ഓടി നടന്നു. ഉണ്ണിക്കണ്ണനെയും ചുമന്ന് അനേകം യോജന ദൂരം ആകാശത്തേക്ക് ഉയർന്ന തൃണാവർത്തന് ആ കുഞ്ഞിക്കണ്ണൻ്റെ ഭാരം സഹിക്കവയ്യാതെയായി. ആ അസുരൻ തളർന്നു. ഭഗവാൻ ആ നിമിഷം അവൻ്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. എന്നിട്ട് അവൻ്റെ ആ പ്രാണൻ പോകുന്നതുവരെ ഭഗവാൻ അവനെ പീഡിപ്പിച്ചു. അപ്പോൾ അവൻ്റെ ആ ശരീരം, ആ അസുരൻ്റെ ശരീരം താഴേക്ക് പതിച്ചു. ഒരു പാറപ്പുറത്ത് വീണ ആ ഭീമമായ ശരീരത്തിനു മീതെ മിണ്ടാതെ കിടക്കുന്ന ഉണ്ണിയെ കണ്ട ഗോപികമാർ പാഞ്ഞു വന്ന് കണ്ണനെ എടുത്തു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് യശോദാമ്മ സവിധത്തിൽ അണഞ്ഞ ഗോപികൾ യശോദാമ്മയെ ചീത്ത പറഞ്ഞു. നീ വേണ്ടതുപോലെ നോക്കാഞ്ഞിട്ടാണ് ഉണ്ണിയെ ആരോ മോഷ്ടിച്ചത്. ഇനിയെങ്കിലും നിനക്ക് ശ്രദ്ധിച്ചൂടെ യശോദയെന്നെല്ലാം പറഞ്ഞ് ഗോപികൾ യശോദാമ്മയെ ചീത്ത പറഞ്ഞു. കൊടുങ്കാറ്റ് വന്നപ്പോൾ അവനെ നീ എന്തിനാണ് നിലത്ത് കിടത്തിയത് എന്നും ഗോപികമാർ യശോദാമ്മയോടായി പറഞ്ഞു. ഉണ്ണിയുടെ ഭാരം സഹിക്കവയ്യാഞ്ഞിട്ടാണ് ഉണ്ണിയെ താൻ നിലത്തു കിടത്തിയതെന്ന യശോദാമ്മയുടെ വാക്കുകളെ അവരെല്ലാവരും പരിഹസിച്ചു.
പൂവിതൾ പോലെ ലോലമായി ഈ ശരീരത്തിൻ്റെ ഭാരമാണോ യശോദയെ നിനക്ക് താങ്ങാൻ വയ്യാതെ ആയത് എന്നെല്ലാം വീണ്ടും ചോദിച്ച് യശോദാമ്മയെ കുറേ ചീത്ത പറഞ്ഞു അവർ. അപ്പോഴേക്ക് നന്ദഗോപരും മറ്റ് ഗോപന്മാരും അവിടെ എത്തി വർദ്ധിച്ച സന്തോഷത്തോടു കൂടി ഉണ്ണിയെ അവർ മാറി മാറി എടുത്ത് താലോലിച്ചു. അങ്ങനെ ഉണ്ണിക്ക് അടിക്കടി ഉണ്ടാകുന്ന അത്യാപത്തുകളെ പറ്റി യശോദാമ്മ ഓർത്തോർത്ത് വിലപിച്ചു. അപ്പോൾ അവിടെ കൂടിയ ബ്രാഹ്മണർ ഉണ്ണിക്ക് ദീർഘായുസ്സാണെന്നും യാതൊരു ഉപദ്രവങ്ങളും ഉണ്ണിയെ ബാധിക്കുകയില്ല എന്നും പറഞ്ഞ് യശോദാമ്മയെ ഒരുവിധം സമാധാനിപ്പിച്ചു. എന്നിട്ട് ദർഭ, തുളസി മുതലായവ കൊണ്ട് കലശം പൂജിച്ച് ഋഗ്, യജു, സാമവേദ മന്ത്രങ്ങൾ ഉരുവിട്ട് ഉണ്ണിയെ അഭിഷേകം ചെയ്യിപ്പിച്ചു. നന്ദഗോപരാവട്ടെ അവർക്ക് ധാരാളം പശുക്കളെയും സ്വർണത്തെയും എല്ലാം ദാനം ചെയ്യുകയും ചെയ്തു. ഇനി തൃണാവർത്തൻ്റെ പൂർവജന്മ വൃത്താന്തം പറയാം, കേട്ടോളൂ. പാണ്ഡുദേശത്തെ രാജാവായിരുന്ന സഹസ്രാക്ഷൻ ഒരിക്കൽ രേവാനദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് അവിടെ വന്ന ദുർവാസാവു മുനിയെ രാജാവ് വേണ്ട വിധം ആദരിച്ചില്ല. അപ്പോൾ ദുർവാസാവു മുനി ശപിച്ചു രാജാവിനെ, നീ ഒരു രാക്ഷസനായി പോവട്ടെ എന്ന്. അങ്ങനെ തന്നെ ശപിച്ച ദുർവാസാവു മുനിയോട് രാജാവ് ക്ഷമായാചനം ചെയ്തു. ശ്രീകൃഷ്ണ സ്പർശനത്താൽ മുക്തി നേടുമെന്ന് മുനി സഹസ്രാക്ഷനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ രാജാവാണ് പിന്നീട് തൃണാവർത്തനായി പിറന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.